വണ്ടി കണ്ണിൽ നിന്ന് മറഞ്ഞിട്ടും വണ്ടി വിസർജിച്ച പുകക്കൂട്ടം മാഞ്ഞില്ല എന്ന് മലയാളത്തിലെ പ്രമുഖനായ ഒരു കഥാകാരൻ എം മുകുന്ദൻ്റെ കഥ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. അത് ശരിയാണ്. വണ്ടി കണ്ണിൽ നിന്ന് മറഞ്ഞാലും വണ്ടി വിസർജിച്ച പുകക്കൂട്ടം കുറേ നേരം അന്തരീക്ഷത്തിൽ തങ്ങും എന്ന് പറഞ്ഞതുപോലെയാണ് വിഴിഞ്ഞം തുറമുഖം പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. പക്ഷെ ഇപ്പോഴും രാഷ്ട്രീയ തിരമാല ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ CPM-കാരുടെ മുഴുവൻ ഉന്നം രാജീവ് ചന്ദ്രശേഖറിൻ്റെ നേരെയാണ്. എന്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ വേദിയിൽ വളരെ നേരത്തെ കയറിയിരുന്നത്? 11 മണിക്കുള്ള ചടങ്ങ് 9 മണിക്ക് വേദിയിൽ രാജീവ് ചന്ദ്രശേഖർ വന്നു. സദസ്സിലുണ്ടായിരുന്നവർ ഏതാണ്ട് നല്ല പങ്കും BJP പ്രവർത്തകരായിരുന്നു. അവര് രാജീവ് ജി എന്ന് അഭിവാദ്യം ചെയ്തുകൊണ്ടിരുന്നു. രാജീവ് പ്രത്യഭിവാദ്യവും ചെയ്തു. അത് സ്വാഭാവികമാണല്ലോ. ഇതൊന്നും നമ്മുടെ ഇവിടുത്തെ CPM-നോ അല്ലെന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാരാരും തന്നെ അവിടെ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അവർക്ക് വളരെ അസഹിഷ്ണുതയാണത് ഉണ്ടാക്കിയത്. രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ ഉണ്ടാക്കുന്ന ഒരു മൈലേജാണ് വിഴിഞ്ഞത്ത് കഴിഞ്ഞ ദിവസം കണ്ടത്. അതിനെയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട മുന്നണിയായ LDF, അതിൽ CPM ഭയക്കുന്നത്. CPM-നാണ് ഏറെ ഭയമുള്ളത്. അതിൽ റിയാസാണ് ഏറ്റവും കൂടുതൽ പ്രതികരിച്ചതും. രാജീവ് ചന്ദ്രശേഖർ എന്തുകൊണ്ടാണ് അവിടെ കയറിയിരിക്കുന്നത്? റിയാസിന് അത് പറയാനുള്ള എന്ത് യോഗ്യതയാണുള്ളത്? രാജീവ് ചന്ദ്രശേഖർ മുൻ കേന്ദ്രമന്ത്രിയാണ്. 2016-2017 കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് അന്ന് BJP-യുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന കുമ്മനം രാജശേഖരൻ അന്ന് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ് മെട്രോയിൽ അല്പനേരം യാത്ര ചെയ്യുകയുണ്ടായി. കുമ്മനം എങ്ങനെ അവിടെ കയറി എന്നുള്ളതായി പിന്നെ പലരുടെയും ചോദ്യം. പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് ഒരു ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് അന്തിമ പട്ടികയാണ്. അതിൽ ചോദ്യമൊന്നുമില്ല. മിസ്റ്റർ റിയാസ്, താങ്കൾക്ക് എന്തറിയാം? താങ്കൾക്കുള്ള ഒരു യോഗ്യത എന്ന് പറയുന്നത് DYFIയുടെ ആഗോള നേതാവ്, പിന്നെ കാരണഭൂതന്റെ മരുമകൻ, വീണയുടെ ഭർത്താവ്. ഇതല്ലാതെ എന്ത് യോഗ്യതയാണ് താങ്കൾക്കുള്ളത്? താൻ ആരാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ തൻ്റെ കൂട്ടുകാരൻ ആരാണെന്ന് അന്വേഷിച്ചാൽ മതി. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ A. റഹീമും ജോൺ ബ്രിട്ടാസുമാണ്. അപ്പോൾ പിന്നെ ഇദ്ദേഹം ആരാണെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. രാജീവ് ചന്ദ്രശേഖറിനെ ചോദ്യം ചെയ്യാൻ മിസ്റ്റർ റിയാസ് വളർന്നിട്ടുണ്ടോ? കേരളത്തിൽ BJP ഇടം പിടിക്കുമ്പോൾ തൻ്റെ അരിയിട്ട് വാഴ്ചയ്ക്ക് തടസ്സമുണ്ടാകും എന്ന് മനസ്സിലാക്കുന്നുണ്ട്. 2026 കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാം എന്ന കണക്കുകൂട്ടലോടുകൂടി സ്വപ്നം കണ്ടിരിക്കുന്ന ഒരാളാണ് മുഹമ്മദ് റിയാസ്. ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും നേരാമണ്ണം നിന്ന് ജയിച്ചിട്ടുള്ള ആളല്ല. ബേപ്പൂരിൽ നിന്ന് ജയിപ്പിച്ചെടുത്ത് കൊണ്ടുവന്നു. ആദ്യ തവണ തന്നെ മന്ത്രിയാക്കുകയും ചെയ്തു. വീണയുടെ ഭർത്താവുമാക്കി. പിന്നെ നീ എന്ത് വേണം? കാരണഭൂതന്റെ ഒരേ ഒരാഗ്രഹം ഇനി റിയാസിനെ മുഖ്യമന്ത്രി പദത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. 2021 മറ്റു പ്രധാനപ്പെട്ട പലരെയും മാറ്റി നിർത്തിയിട്ടാണ് പ്രധാനപ്പെട്ട 2 വകുപ്പ് അങ്ങോട്ട് കയ്യിൽ കൊടുത്തത്. പൊതുമരാമത്ത് വകുപ്പും ടൂറിസം വകുപ്പും. 2021 മുതൽ കേരളത്തിൽ 2 പേരുടെ ഭരണമേ ഉള്ളൂ. ഒന്ന് കപ്പിത്താന്റെയും മറ്റൊന്ന് റിയാസിന്റെയും ഭരണം. ഈ 2 പേരുടെ പേര് മാത്രമേ ചിത്രത്തിലുമുള്ളൂ. ഇതൊക്കെ എന്തിൻ്റെ ലക്ഷണമാണെന്ന് ഏവർക്കും അറിയാവുന്നതാണ്. കേരളം അത് ചർച്ച ചെയ്യുകയും ആണ്. രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ വിലയിരുത്തുന്നു. CPM-നകത്ത് നട്ടല് വളച്ചു നിൽക്കുന്ന, ഓച്ചാനിച്ച് നിൽക്കുന്ന കുറേ പേരുണ്ട്. MV ഗോവിന്ദനാണ് അതിന് നേതൃത്വം നൽകുന്നത്. പിണറായിയെ മുഴുവൻ ഓച്ചാനിച്ച് നിൽക്കുകയാണ്. വിധേയൻ എന്ന് പറഞ്ഞാൽ പോരാ, വിധേയനും താഴെയായിട്ട് നിൽക്കുകയാണ്. അടൂർ ഗോപാലകൃഷ്ണന്റെ വിധേയൻ എന്ന് പറയുന്ന സിനിമയിൽ
അതായത് സക്കറിയുടെ കഥ ഭാസ്കര പട്ടേലരുടെ, അതിലെ MR ഗോപകുമാറാണ് വിധേയനായിട്ട് നിൽക്കുന്നത്. അതിലെ ആ ഓച്ചാനിച്ച് നിൽക്കുന്നതിനും ഒരു ചെറിയൊരു അന്തസ്സോടുകൂടിയുണ്ട്. ഇത് അതിലും കൂടുതലായിട്ടാണ് MV ഗോവിന്ദൻ ഓച്ചാനിച്ച് നിൽക്കുന്നത്. പിണറായി പറയുന്നതിനപ്പുറവുമില്ല ഇപ്പുറവുമില്ല, കൃത്യമായിട്ട് ആ വരയ്ക്കകത്തുകൂടി പോവുകയാണ് ചെയ്യുന്നത്. നമ്മൾ വിചാരിച്ചു MA ബേബി വന്നു കഴിയുമ്പോൾ ഇവിടെ എന്തോ അങ്ങ് ഒലത്തു വന്ന് ഒന്നും ഉണ്ടായിട്ടില്ല. MA ബേബി എന്തോ ചെയ്യാനാ? MA ബേബി പിണറായി വിജയനെ ഭയന്ന് നിൽക്കുകയാണ്. AKG ഭവന്റെ ഉദ്ഘാടന സമയത്ത് നമ്മൾ കണ്ടതല്ലേ, എവിടെ മാറി നിൽക്കുന്നു? 3-ാം റോയിലാണ് നിൽക്കുന്നത്. അദ്ദേഹം ഇപ്പോഴും കേരളത്തിൻ്റെ വലിയ സാംസ്കാരിക ബുദ്ധിജീവിയായിട്ട് നടക്കുകയാണ്. തോളിലെ സഞ്ചി ഇതുവരെ ഇറക്കിയിട്ടില്ല. കേരളത്തിലെ സാംസ്കാരിക രംഗം മുഴുവൻ താനാണ് കോൺട്രാക്റ്റ് എടുത്തിരിക്കുന്നതെന്നുള്ള ഭാവത്തിലാണ് നടക്കുന്നത്. അപ്പം എന്തായാലും കേരളത്തിൽ BJP ഒരു ഇടം പിടിക്കും എന്ന് ഇവരെല്ലാം തന്നെ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മന്ത്രി റിയാസിൻ്റെ ആദി. അതുകൊണ്ടാണ് മറ്റൊരു തരത്തിലുള്ള ചോദ്യം ചോദിക്കുന്നത്. 3 മണിക്കൂറിന് മുമ്പ് എന്തുകൊണ്ട് അവിടെ കയറിയിരുന്നു? പിന്നെ ഇതൊരു ജനാധിപത്യ കീഴ്വഴക്കമാണോ രാജീവ് ചന്ദ്രശേഖറിന് ഇടം നൽകിയത്? മന്ത്രിസഭയിലുള്ളവരൊക്കെ തന്നെ സദസ്സിലിരിക്കുന്നു, KN ബാലഗോപാലും ഒക്കെ തന്നെ. വേദിയിൽ ഉണ്ടായിരുന്നല്ലോ കാരണഭൂതനും തുറമുഖ വകുപ്പ് മന്ത്രിയായ VN വാസവനും. പോരെ, ഇനി കൂടോടെ അവിടെ പിടിച്ചിരുത്തണം. 2 ദിവസം മുമ്പ് നമ്മൾ കണ്ടതാണ് ക്ലിഫ് ഹൗസിൽ നിന്ന് അടക്കം മൊത്തം അങ്ങോട്ട് പോയി അവിടെ ഇരുന്നത്. കാരണഭൂതന്റെ കൊച്ചുമകനാണല്ലോ അവലോകന യോഗത്തിലെ പ്രധാന ആളായിട്ട് അവിടെ ഇരുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പഞ്ചപുച്ഛം അടക്കി നിൽക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ എന്ത് ജനാധിപത്യ മര്യാദയാണ്? അതിനെപ്പറ്റി എന്താ റിയാസിന്റെ നാവ് ഇറങ്ങിപ്പോയോ? രാജീവ് ചന്ദ്രശേഖർ എന്തുകൊണ്ടിരുന്നോ എന്ന് ചോദിച്ചാൽ പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പട്ടികയിലാണ് ഇടം പിടിച്ചിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖറിന് അവിടെ ഇരിക്കാനുള്ള യോഗ്യതയുണ്ട്. ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ കേരള സംസ്ഥാനത്തിന്റെ അധ്യക്ഷനും കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ. ലോകത്തിലെ ഏറ്റവും വലിയൊരു പാർട്ടിയാണ് BJP. അത് മനസ്സിലാക്കണം റിയാസ്. റിയാസിനെ ആകെ കണ്ടിട്ടുള്ളത് DYFI മാത്രമാണ്. DYFI എന്ന് പറയുന്ന ഗുണ്ടാ സംഘം എത്ര വരെ ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതുമാണ്. അപ്പൊ എന്തായാലും റിയാസിന് ഇത് അങ്ങോട്ട് താങ്ങാൻ കഴിയുന്നില്ല. രാജീവ് ചന്ദ്രശേഖർ അവിടെ ഇരിക്കുമ്പോൾ അണികളിൽ ഉണ്ടാകുന്ന ആവേശം അത് പിന്നീട് അങ്ങോട്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ പ്രതിഫലിക്കും എന്ന് മനസ്സിലാക്കുന്നുണ്ട്. വിഴിഞ്ഞം പദ്ധതി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് തന്നെ പലരും ഈ ക്രെഡിറ്റ് അവകാശപ്പെടാൻ വരുന്നുണ്ട്. നരേന്ദ്രമോദി തന്നെ ഉദ്ഘാടന ചടങ്ങിൽ പറയുകയുണ്ടായി, ഈ ചടങ്ങ് പലരുടെയും ഉറക്കം കെടുത്തും. അതെ, ഉറക്കം കെടുത്തിയിട്ടുണ്ട്. കേന്ദ്രത്തിന്റെ ഒരു വലിയ പിന്തുണയാണ് കേരളത്തിന് ലഭിച്ചിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖരനെ ഈ വേദിയിൽ ഇരുത്തിയതിന് പിന്നിൽ നമുക്ക് വായിച്ചെടുക്കാവുന്ന മറ്റൊരു കാര്യം, ഇനി അങ്ങോട്ട് തിരുവനന്തപുരത്തിന് ഉണ്ടാകുന്ന വികസനം മുഴുവൻ തന്നെ രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രത്തിനെ ധരിപ്പിച്ച് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളായിരിക്കും. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞുകൊള്ളട്ടെ. തിരുവനന്തപുരത്ത് നായർ സർവീസ് സൊസൈറ്റിയുടെ കീഴിലുള്ള ഒരു സ്കൂളിൽ സൈനിക സ്കൂളിന് അനുമതി നൽകി. ആദ്യമായിട്ടാണ് കേരളത്തിൽ അങ്ങനെ ഒരു സ്വകാര്യ സംരംഭം അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇത് രാജീവ് ചന്ദ്രശേഖരന്റെ ഇടപെടലാണ്. ഇനി അങ്ങോട്ട് വിഴിഞ്ഞമല്ല, ഏത് കാര്യത്തിനും തിരുവനന്തപുരത്തിന്റെ വികസനത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം രാജീവ് ജി വഴി മോദിയെ അറിയിക്കുന്നു. അവിടെ നിന്ന് നമുക്ക് പലതും കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് സഖാവേ, നാവടക്കി ഇരുന്നാൽ മതി. മറ്റെന്തെങ്കിലും തൊഴിലുണ്ടെങ്കിൽ അത് ചെയ്യുക. ലാൽ സലാം.